അതായത് ഈ ബിലീവേഴ്സ് ചർച്ചിലെ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മാരാർ ഭവനിൽ പോകുന്നു. അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിക്കുന്നവരല്ല എന്ന് ഈ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അടിസ്ഥാനപരമായ സാധനം എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവ സഭകൾക്ക് പ്രശ്നമില്ല എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാതെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭാ നേതാക്കളെ ഇനി BJPക്ക് ബന്ധപ്പെടാനാവില്ല. അതിൻ്റെ പ്രധാന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള മുഴുവൻ പ്രതിഷേധ സംഗമങ്ങളും ഉണ്ടായിരിക്കുന്നത് വിശ്വാസികളുടെ സമ്മർദ്ദം കൊണ്ടാണ്. അത് ബിഷപ്പുമാരുടെ സമ്മർദ്ദം കൊണ്ടല്ല. ആയിരക്കണക്കിന് അങ്ങ് പറയുകയായിരുന്നു പ്രബല പിതാക്കന്മാർ, സഭകളുടെ പിതാക്കന്മാരല്ല പോയിരിക്കുന്നത്. പക്ഷെ അവർ പോയ വിഷയം എന്താണ്? ഛത്തീസ്ഗഡാണ്. അവിടെ ആക്രമിക്കപ്പെട്ടതാരാണ്? സീറോ മലബാർ സഭയുടെ അല്ലേ 2 കന്യാസ്ത്രീകൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രബല വിഭാഗത്തിന്റെ 2 കന്യാസ്ത്രീകളുടെ വിഷയമാണ്. അപ്പോ ഫലത്തിൽ എന്താണ്? ഇവർക്ക് വേണ്ടി അവർ പോയിരിക്കുകയാണ് ആണല്ലോ, അല്ലാതെ അവർക്ക് വേണ്ടി അവർ പോയതല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. ഇവിടെ ഈ പറയുന്ന ഏതൊക്കെ തരത്തിലുള്ള സഭാവിശ്വാസികളുടെ സമ്മർദ്ദമെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ അതിൽ ഞാൻ അങ്ങയുടെ ഒരു തിരുത്തൽ, 3-ാമത്തെ ദിവസം വാല് ചുരുട്ടി ഇരിക്കുന്ന ആസനത്തിലേക്ക് തന്നെ ചുരുട്ടി വെച്ചുവെങ്കിലും പാമ്പ്ളാനി 2 ദിവസം ഗർജിച്ചു. അതെ, 2 ദിവസം ഗർജിച്ചു, 3-ാം ദിവസം തലയും കുത്തി താഴെ വീണു. ഇതെല്ലാം 3-ാം ദിവസം തലയും കുത്തി താഴെ വീണു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, അത് സീറോ മലബാർ സഭയിലും ഒരു പ്രധാന പ്രശ്നമുണ്ടെന്നേ നമ്മൾ കാണാതിരുന്നു കൂടാ. സീറോ മലബാർ സഭയിലെ ഭൂമി കുംഭകോണം മുതൽ, സീറോ മലബാർ സഭയിലെ റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധി മുതൽ, സീറോ മലബാർ സഭയിലെ അന്യായമായ കരിങ്കൽ ക്വാറി മുതൽ, സീറോ മലബാർ സഭയിൽ പ്രതിസന്ധി നേരിടുന്ന ബിഷപ്പുമാരുടെ ഒരു കൂട്ടമുണ്ട്. ആ ബിഷപ്പുമാരെ സംബന്ധിച്ചിടത്തോളം ഇത് സന്ധി ചെയ്ത് മുന്നോട്ട് പോവുകയല്ലാതെ നിവൃത്തിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. അവരുടെ സമ്മർദ്ദം ഈ സിനഡിലെ ഒരംഗമായ, പ്രത്യേകിച്ച് പെർമനൻ്റ് സിനഡിലെ ഒരംഗമായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനിക്കും അവരുടെ സമ്മർദ്ദം ഉണ്ടായി കാണും. അങ്ങനെ ഒരു സമ്മർദ്ദമില്ലാതെ എറണാകുളത്ത് വെച്ച് അതിശക്തമായി നിലപാട് വ്യക്തമാക്കി അറിയിച്ച പാമ്പ്ളാനി മെത്രാൻ എങ്ങനെയാണ് തലശ്ശേരിയിൽ ചെന്നപ്പോൾ ചൂട് മാറിയത്? ചൂട് മാറാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ചൂട് മാറിയത് എങ്ങനെയാണ്? അദ്ദേഹം വാലുമടക്കി ഇരിപ്പിടത്തിൽ തന്നെ തിരിച്ചു പോയതിന്റെ ഘട്ടമാണെന്ന് പറയുന്നത്. അപ്പോഴും 2 ദിവസം അദ്ദേഹം പറയുകയുണ്ടായി. ഒന്ന്, ഇനി അങ്ങ് പറഞ്ഞത് ശരിയാണ്, തലശ്ശേരിയിലേക്ക് തിരിച്ചു പോയി, വാലും ചുരുട്ടി പോയി, അവിടെ പോയിട്ട് ഈ പറയുന്ന പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സ്തുതിച്ചു. പക്ഷെ അപ്പോഴും അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രതിനിധി സംസാരിച്ചു. അവിടുത്തെ പിതാവ്, എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല, ശക്തമായി പറഞ്ഞു ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന്. അപ്പോൾ അങ്ങനെ തള്ളിപ്പറയലുണ്ടായി. അങ്ങേക്കറിയാമല്ലോ, ഇരിങ്ങാലക്കുടയാണ് BJPക്ക് സ്വന്തം ചിഹ്നത്തിൽ ആദ്യമായി ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണയോടെ, സവിശേഷമായി വിശിഷ്യ ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണയോടെ ലോക്സഭയിലേക്ക് ആദ്യമായി ഒരു ജയം കിട്ടിയ അതേ സ്ഥലത്തെ ഇരിങ്ങാലക്കുടയിലെ ഒരു പിതാവാണ് പാമ്പ്ളാനിയെ തള്ളിപ്പറഞ്ഞത്. വേണു, വളരെ പ്രധാനമായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇരിഞ്ഞാലക്കുടയിലെ പിതാവിൻ്റെ പേര് പോളി കണ്ണൂക്കാടൻ എന്നാണ്. എന്നാൽ സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് കൊടുത്ത, സുരേഷ് ഗോപിയോടൊപ്പം നിന്ന് സുരേഷ് ഗോപി തൻ്റെ പിതാവിനെ പോലെ കാണുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന മെത്രാൻ തൃശ്ശൂരത്തെ മെത്രാനാണ്. ഈ ആൻഡ്രൂസ് താഴത്തെടുത്ത നിലപാടിന് അനുകൂലമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. ആൻഡ്രൂസ് താഴത്താണ് പല പള്ളികളിലും സംഗമങ്ങൾ ഉണ്ടാക്കാനൊക്കെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തത്. അതെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ്. നമുക്ക് അവിടുത്തെ ആളുകളെ അറിയാം. നമുക്ക് വളരെ വ്യക്തമാണ്. ആൻഡ്രൂസ് താഴത്തിനോടൊപ്പം നിൽക്കുന്ന ചില വൈദികരാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. എന്നാൽ ആൻഡ്രൂസ് താഴത്തിൻ്റെ അതേ നിലപാട് തന്നെയാകണം ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പിനെന്ന് നമ്മൾ സാക്ഷ്യം പിടിക്കേണ്ടതില്ലല്ലോ. ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാത്രമല്ലാന്ന് ഇനി പുറത്ത് പറയാൻ മടിച്ചിട്ടുള്ള പാലക്കാട് രൂപതാ ബിഷപ്പ് എന്താണ് പറഞ്ഞത്? പാലക്കാട് രൂപതാ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം അത് ശക്തമായി പറഞ്ഞില്ലേ, ഇനി ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞില്ലേ. അദ്ദേഹം നിലപാട് മാറ്റിയില്ലല്ലോ.
നിലപാട് മാറ്റിയത് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി മാത്രമാണ്. മറ്റാരും നിലപാട് മാറ്റിയില്ല. അതിൻ്റെ കാരണം ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ഒരു പെർമനന്റ് സിനഡ് അംഗമാണ്. ആൻഡ്രൂസ് താഴത്തും മറ്റൊരു പെർമനന്റ് സിനഡ് അംഗമാണ്. ഞാൻ പറഞ്ഞത് ഇത് പതുക്കെ ഈ വിഷയത്തെ ഡൈല്യൂട്ട് ചെയ്ത് ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇത്തരമൊരു വിഷയം ആളുകളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിതെന്ന് ഞാൻ ബലമായും സംശയിക്കുകയാണ്. അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. പതുക്കെ ഇത് മാറ്റിയെടുക്കുക. ഇനി പതുക്കെ ചില അനുകൂല പ്രസ്താവനകൾ നടത്തുക, ചില സ്തുതികൾ നടത്തുക, ചില നീക്കുപോക്കുകൾ, ചില യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഞങ്ങളത് ശക്തമായ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ എറണാകുളത്തൊരു പ്രതിഷേധം ഉണ്ടാകില്ലായിരുന്നേ. എറണാകുളത്തെ വിശ്വാസികളുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ് ആ പ്രതിഷേധത്തിലാണ് ഏറ്റവും ശക്തമായ വിമർശനം പാംപ്ലാനി ഉന്നയിച്ചത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ